ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നില്ലേ, ചക്ക വറുക്കാൻ പോവാം കേട്ടോ. ഇത് ചക്ക വറുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കടയും തലയും മുറിച്ചിട്ട് വറക്കുവാണെങ്കിൽ ഒരേ കനത്തിൽ കിട്ടും കേട്ടോ. ഇത് നല്ല കനം കുറഞ്ഞ ചുളയാണേ. അപ്പോൾ ഒരു ഭംഗിയൊക്കെ കിടക്കൂലേ. ഇവിടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്ക വറുക്കുമ്പോൾ നമ്മൾ സാധാരണ ഉപ്പുനീര് ഒഴിക്കാറുണ്ട് എല്ലാവരും. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉപ്പ് പൊടി കുറച്ച് തൂളുക, കുറച്ച് മഞ്ഞൾപ്പൊടി തൂളുക, എന്നിട്ടത് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കൂടുതൽ തിരുമണമൊന്നുമില്ല. അത് എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോൾ എല്ലാത്തിനെയും ഒരുപോലെ ആയിക്കോളും. ആദ്യത്തെ പ്രാവശ്യം ഇടുമ്പോൾ കുറച്ച് നല്ലത് ചേർക്കുക. പിന്നെ ചേർക്കുന്ന ഇത് അധികം ഉപ്പും മഞ്ഞളും ചേർക്കണ്ട. എണ്ണയിലേക്ക് ഇതിൻ്റെ കുറേ ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് ആവശ്യമുണ്ട്. എണ്ണ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം ഇട്ടാൽ മതി. ഉപ്പ് തിരുമ്മി നേരത്തെ വെച്ചേക്കരുത് കേട്ടോ. ഇതിൽ ചക്കയിൽ വെള്ളം ഇറങ്ങും. അപ്പോൾ അത് വറക്കുമ്പോൾ പുള്ളി കിട്ടാൻ ബുദ്ധിമുട്ടാവുമേ. എണ്ണയിലേക്ക് ഇടുന്ന ആ സമയത്ത് ഇച്ചിരി ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി കൂട്ടി തിരുമ്മിയിട്ട് ഇട്ടാൽ മതി. എണ്ണ നികക്കി ഇടാൻ കേട്ടോ. അത് കുറച്ച് തിളച്ച് കയറിക്കോളും. ഒക്കെ എടുത്ത സമയത്ത് ഒരു ഇച്ചിരി തിള കുറയും. എണ്ണ തണുത്തിട്ടുണ്ടാകും. അതിപ്പോൾ ആയിക്കോളും. ഇട്ടപാടെ അധികം ഇളക്കരുത്, അപ്പോൾ കുഴഞ്ഞു പോകും. കുറച്ചൊന്ന് പൊള്ളിയതിന് ശേഷം പതുക്കെ ശ്രദ്ധിച്ചിട്ട് ഇളക്കാൻ പാടുള്ളൂ. ഇത് ഈ എണ്ണ കോരുന്നത് കൊണ്ട് ഇളക്കുന്നതിനേക്കാളും ചട്ടുകം വെച്ച് മറിച്ചിടുവാണെങ്കിൽ ആദ്യം ചെയ്യുന്നവർക്കൊക്കെ എളുപ്പം അങ്ങനെയായിരിക്കും. കുറച്ച് എക്സ്പീരിയൻസ് ആയാൽ അതുകൊണ്ട് തന്നെ ഇളക്കിയിടാം. അങ്ങനെ നമ്മുടെ ചക്കവറുത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, കിടുകിലാന്ന് സൗണ്ട് വന്നു തുടങ്ങി. ഉണ്ട്, തിളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇട്ടിരുന്നാൽ അത് കരിഞ്ഞു പോകും. നമുക്കത് കോരി മാറ്റാം. ഉണ്ടോ, ഈ സൗണ്ട് കേൾക്കുമ്പോൾ റെഡിയായി എന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമ്മുടെ ചക്കവറക്കൽ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പതുക്കെ അതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ ഒരു ടിന്നിൽ അടച്ച് വെച്ചാൽ കുറേ നാളിരിക്കും. ഒരുപാട് തണുത്ത് കഴിഞ്ഞിട്ട് വെക്കരുത്. തണുത്തതിന് മുൻപ് ചെറിയ ചൂടോട് കൂടിയിട്ട് ടിന്നിൽ അടച്ച് വെച്ചാൽ കുറേ നാളിരുന്നോളും. ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ വറുത്ത് ടിന്നിലാക്കി വെക്കാറുള്ളതാണ് കേട്ടോ. ചക്ക തീരാനാകുമ്പോൾ